തിന്മയിലേക്ക് ചായ്വുള്ള സാഹചര്യങ്ങളാണ് ഇന്ന് ലോകത്തിലെമ്പാടുമുള്ളത്. ഈ സാഹചര്യം നമ്മെ തകർത്ത് കളയും. അതുകൊണ്ട് നല്ല സാഹചര്യത്തിലായിരിക്കുന്ന തലം ചിലപ്പോൾ ചില കാരണവന്മാർ പറയാറുണ്ട്, അതിന് ചുറ്റും ഇതേമാതിരി എല്ലാം കള്ളുകൂടിയന്മാരും തെമ്മാടികളും, അത് കാരണം ഞാൻ ആ വീട് വിറ്റിട്ട് വേറെ സ്ഥലത്തേക്ക് മാറി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ സാഹചര്യം ഒരു വ്യക്തിയെ നശിപ്പിച്ച് കളയും. കൂട്ടുകാരായിരിക്കാം, ആഘോഷങ്ങളായിരിക്കാം, പിന്നെ ചില സംസ്കാരങ്ങൾ കൾച്ചർ പോലെ ആയിരിക്കാം. ഇപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന, വൈകുന്നേരം വീട്ടിലുണ്ടാക്കുന്നതിന് പകരം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന, ചീത്ത കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ചേരികൾ, കോളനികൾ എല്ലാം തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ. അവിടെയും നല്ല മനുഷ്യരില്ല എന്നല്ല, ആ സാഹചര്യങ്ങൾ നമ്മെ തകർത്ത് കളയുമെന്നുള്ളതാണ്. കള്ളന്മാരുടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ എല്ലാം കള്ളന്മാരായിട്ട് മാറും. അതുകൊണ്ടാണ് ജയിലിൽ പോയി കിടന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവൻ പെരുങ്കള്ളനായിട്ട് തിരിച്ചു വരുന്നതിൻ്റെ സാഹചര്യം അതാണ്. അതുപോലെ തന്നെ ചില ആഘോഷങ്ങൾ, ഇന്ന് ആഘോഷങ്ങൾക്ക് ഭയങ്കര ബർത്ത്ഡേ ആഘോഷം, തിരുനാളാഘോഷം, അമിതമായ പ്രാധാന്യം, വെടിക്കെട്ട് ആഘോഷം, എല്ലാത്തിനും അമിതമായ പ്രാധാന്യം കൊടുത്ത് ജീവിതം തന്നെ നശിപ്പിച്ച് കളയുന്ന അനേകം പേരുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ പിന്നെ മദ്യപനോ കള്ളനോ എന്ന് കണ്ടാൽ അവനുമായി യാതൊരു സംസർഗവും പാടില്ല എന്ന്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.